കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ദൈവമക്കളെ, നോമ്പുകാല ചിന്തകളിലൂടെ ഞാനും നിങ്ങളും കടക്കുമ്പോൾ യേശു കർത്താവ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. പിഴുതെറിയുവാൻ, ഇടിച്ച് തകർക്കുവാൻ, തകിടം മറിക്കുവാൻ, നശിപ്പിക്കുവാൻ, പണിതുയർത്തുവാൻ. ദൈവമക്കൾ, എന്തൊക്കെയാണ് ഈ നോമ്പ് കാലഘട്ടത്തിൽ നമ്മൾ പിഴുതെറിയേണ്ടത്? നമ്മളിലുള്ള അശുദ്ധമായ ചിന്തകൾ, അസൂയ, വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, അഹങ്കാരം, അഹംഭാവം, ക്ഷമിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ, ഇതിനെ മുഴുവൻ നശിപ്പിക്കുവാൻ, തകിടം മറിക്കുവാൻ, പ്രിയപ്പെട്ട മക്കളെ വേരോടെ പിഴുതെറിയുവാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. ഇതിനെല്ലാം മറികടന്ന് പണിതുയർത്തുവാൻ, പുനരുദ്ധരിക്കുവാൻ ഈ നോമ്പുകാലം ഈശോ നമ്മളിന്ന് ആഗ്രഹിക്കുകയാണ്. വെളിപാടിൻ്റെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 3-ാം അധ്യായത്തിൽ വിശുദ്ധനും സത്യവാനുമായവൻ അരുളി ചെയ്യുന്നു, ഇതാ ആർക്കും പൂട്ടാനാവാത്ത വിധം ഒരു തുറന്നു കിടക്കുന്ന വാതിൽ ഞാൻ നിനക്ക് മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നു. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയോ അവൻ അടച്ചാൽ ആരും തുറക്കുകയില്ല. വിശുദ്ധനാണ്, സത്യവാനാണ്. അവൻ തുറന്നാൽ ആരും അടയ്ക്കുകയില്ല, അവൻ അടച്ചാൽ ആരും തുറക്കുകയുമില്ല. ദൈവമക്കളെ, ദാവീദിൻ്റെ താക്കോൽ കൈവശമുള്ളവൻ എന്ന് യേശുവിനെ കുറിച്ച് പറയുന്നത് എന്തിനാണ്? ദാവീദ് എന്ന് പറയുന്ന ആൾ എന്തായിരുന്നു? ദൈവമക്കളെ, നമ്മൾ വചനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ദാവീദിനെ കുറിച്ച് പറയുമ്പോൾ 2 മേഖലകളെ ദാവീദ് റെപ്രസെൻ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഒന്ന്, ഇസ്രായേൽ എന്ന രാജ്യത്തെ പ്രദാനം ചെയ്യുന്നു. 2, ആ രാജ്യത്തിൻ്റെ പരമാധികാരി, ആ രാജ്യത്തിൻ്റെ സമസ്ത മേഖലകളെയും കൈകാര്യം ചെയ്യുന്ന വ്യക്തി, തുറക്കാൻ അടയ്ക്കാൻ കഴിവുള്ളവനാണ്. ഇത് യേശുവിനെക്കുറിച്ചാണ് ദൈവമക്കളെ പറയുന്നത്. ഒരു ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, ആത്മീയ മണ്ഡലത്തിൻ്റെ, ഭൗതിക മണ്ഡലത്തിൻ്റെ മുഴുവൻ കാര്യങ്ങളും തുറക്കാൻ, കൈവശം വയ്ക്കാൻ സകല അധികാരമുള്ള പരമോന്നത അധികാരിയായിട്ട് ദാവീദിനെ പറയുമ്പോൾ ദൃശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവനാണ്. ദാവീദ് വെറുമൊരു രാജാവാണെന്ന് ബൈബിൾ നമ്മളെ പഠിപ്പിക്കുന്നില്ല. മറിച്ച് അഭിഷിക്തനായ ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു രാജാവ്, ഭക്തനാണ്, നീതിമാനാണ്. ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുകയാണ്. ദൈവമക്കൾ, സാമൂഹ്യ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ 2 മേഖലകളെ രാജാവ് റെപ്രസെൻ്റ് ചെയ്യുന്നു. ഒന്ന് സ്പിരിച്വൽ മേഖല, അത് അനോയിൻറ്റഡ് മാനാണ്, ദൈവത്താൽ വിളിക്കപ്പെട്ടവനാണ്, രാജാവാണ്, അധികാരിയാണ്. ഭൗതിക മേഖലയുടെ മുഴുവനുമാണ് ആത്മീയ മണ്ഡലം, ഭൗതിക മണ്ഡലം. ദൈവത്തിന് പ്രിയപ്പെട്ട മക്കളെ, ഭൗതിക മണ്ഡലം ഒരു രാജാവാണ്, സമസ്ത മേഖലകളെയും കൈകാര്യം ചെയ്യുന്ന പരമോന്നത അധികാരിയാണ്. ആ സമയത്ത് സ്പിരിച്വൽ മണ്ഡലം നമ്മൾ നോക്കുകയാണെങ്കിൽ ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിക്കുന്ന, ഒരു ആർത്തുല്ലസിക്കുന്ന ഒരു രാജാവിനെ നമുക്കവിടെ കാണുവാൻ സാധിക്കും. യുദ്ധത്തിന് പോയപ്പോഴും എല്ലാത്തിനെയും തോൽപ്പിച്ച് ശക്തനായിട്ട് തിരിച്ചു വരുമ്പോൾ ദൈവസന്നിധിയിൽ പാടി പ്രാർത്ഥിക്കുകയാണ്. ആത്മീയ മണ്ഡലവും ഭൗതിക മണ്ഡലവും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നവനെന്ന് ദാവീദിനെ കുറിച്ച് പറയുകയാണ്. ദൈവമക്കളെ, ഈ നോമ്പ് കാലഘട്ടത്തിൽ യേശുവിൻ്റെ കരങ്ങളിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ സമർപ്പിക്കേണ്ട സമയമാണ്. ആത്മീയ മണ്ഡലത്തിൻ്റെയും ഭൗതിക മണ്ഡലത്തിൻ്റെയും കർത്താവ് ഒരുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നതിനാണ്. രാജാക്കന്മാരുടെ പുസ്തകത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ 17-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും, ഒരു പട്ടണം മുഴുവനും ക്ഷാമത്തിൽ, പട്ടിണിയിൽ, എങ്കിലും ആ ദൈവം ഒരു കുടുംബത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ആ ദേശത്തിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട മക്കൾ, ആ കുടുംബത്തിലേക്ക് ദൈവം കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കും. 17-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോഴും, ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. പരിധിയുണ്ട്, അവിടെ പരിമിതിയുണ്ട്. ഇതുകൊണ്ട് അപ്പം ഉണ്ടാക്കി. ഒരു സറാഫത്തിൽ വിധവയായ ആ അമ്മയും മകനും അപ്പം ഉണ്ടാക്കി. പിന്നെ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ മരിക്കാൻ പോകുന്ന സമയത്ത് ആ കുടുംബത്തിലേക്ക്, ആ പട്ടണത്തിന് വേണ്ടി ഏലിയ പ്രവാചകനെ ദൈവം അയക്കുന്നുണ്ട്. ദൈവമക്കളെ, അവിടെ നമുക്ക് ഒരു പിടി മാവ്, അല്പം എണ്ണ, 2 വിറക്. ആ മകളോട്, ആ സ്ത്രീയോട്, ആ അമ്മയോട് ഏലിയ പ്രവാചകൻ പറയുന്നുണ്ട്, എനിക്ക് 2 അപ്പം ഉണ്ടാക്കി തരിക. പക്ഷെ ആ അമ്മ തൻ്റെ നിസ്സഹായ അവസ്ഥ പറയുകയാണ്. പക്ഷേ ഉള്ളതുകൊണ്ട് ആ അമ്മ ഏലിയ പ്രവാചകന് അപ്പം ഉണ്ടാക്കി കൊടുത്തു. പ്രിയപ്പെട്ടവരെ, ആ അമ്മ പറയുന്ന ഒരു കാര്യമുണ്ട്,
ഞങ്ങൾ ഉള്ളത് കൊണ്ട് അപ്പം ഉണ്ടാക്കി കഴിച്ചിട്ട് ഞാനും എൻ്റെ കുഞ്ഞും മരിക്കാൻ പോവുകയാണെന്ന്. ആ സമയത്ത് ആ കുടുംബത്തിന് വേണ്ടി ഏലിയ പ്രവാചകനെ ദൈവമായ കർത്താവ് അയക്കുകയാണ്. ദൈവമക്കളെ, പലതിനെയും മറികടന്നാണ് ദൈവത്തിൻ്റെ വഴികൾ നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ഈ ഒരു നോമ്പ് കാലഘട്ടത്തിൽ ദൈവം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്, പരിധിയില്ല, പരിമിതിയില്ല. നമുക്ക് വേണ്ടി ഇരുകരങ്ങളും ആകാശത്തിനും ഭൂമിക്കും മധ്യേ നമുക്ക് വേണ്ടി ആണിപ്പഴുതുകളേറ്റ് കൊല്ലപ്പെട്ട് മുറിക്കപ്പെട്ട് ചിതറിക്കപ്പെട്ട യേശു ഉണ്ടെങ്കിൽ ആ യേശുവിൻ്റെ സ്നേഹം എന്ന് പറയുന്ന അനന്തമാണ്, അളവറ്റ നന്മകൾ കാരുണ്യം കൊണ്ട് നിറഞ്ഞതാണ്. നമ്മളെ സ്നേഹത്തിൻ്റെ തലോടൽ കൊണ്ട്, പുഞ്ചിരി കൊണ്ട്, വാക്കുകൾ കൊണ്ട്, പ്രവർത്തിക്കൊണ്ട് നമ്മളെ മാറോട് ചേർക്കിടുന്ന ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യമാണ് യേശു ക്രിസ്തു. ആ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ദൈവം നമ്മുടെ തക്ക സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ദൈവമക്കളെ, നമുക്കറിയാം, ഒരിടത്ത് അഴിക്കുമ്പോൾ വേറൊരിടത്ത് മുറുകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ 2 ദിവസം സന്തോഷമാണെങ്കിൽ 3-ാം ദിവസം തൊട്ട് വഴക്കും വയ്യാവലിയായിരിക്കാം. ദൈവമക്കൾ, ഒരിക്കലും സ്റ്റേബിളാകാത്ത ഉയർന്ന ഒരു ഗ്രാഫിക്കിലേക്ക് നമ്മൾ പോകരുത്. ഓരോ ദിവസവും ആ ഗ്രാഫിക്ക് താഴോട്ടിറങ്ങിപ്പോകുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് കടന്നു വരാറുണ്ട്. ദൈവമക്കളെ, താഴോട്ട് ഇറങ്ങുന്ന മോശയെയും ജനത്തെയും കണ്ടു പർവ്വതങ്ങളിലേക്ക് പ്രാർത്ഥനയുമായിട്ട് മോശ കടന്നു ചെല്ലുകയാണ്. ദൈവമക്കളെ, എവിടെയൊക്കെ പരാജയങ്ങൾ, വേദനകൾ, നിന്ദനങ്ങൾ, അവമാനങ്ങൾ ഈശോ ഏറ്റുവാങ്ങിയപ്പോഴും ഈശോ പിതാവിൻ്റെ സന്നിധിയിലേക്ക് പല മുകളിലേക്ക് കടന്നു ചെന്നിട്ട് ശക്തി സ്വീകരിച്ചിട്ട് കടന്നു വരികയാണ്. ദൈവം നമ്മളോട് പറയുകയാണ്, ഈ നോമ്പ് കാലഘട്ടം പ്രാർത്ഥനയുടെ, പരിത്യാഗത്തിൻ്റെ, പ്രാർത്ഥനയുടെ മണിക്കൂറുകളാക്കി നമ്മളൊക്കെ മാറ്റണമെന്ന്. ദൈവമക്കളെ, ഒരു വഴിയോർത്ത് നിൽക്കുന്ന ഒരു മാവ്, നമുക്കറിയാം, ആ മാവ് പൂക്കുന്ന സമയം, ചെറിയ ചെറിയ കായകൾ വരുന്ന സമയം തൊട്ട് അത് മൂത്ത് പഴുത്ത് സമയം വരെ അതിന് ഒത്തിരിയേറെ നമുക്കറിയാം കല്ലേറുകൾ അത് ഏറ്റുവാങ്ങുന്നുണ്ട്. ശിഖരങ്ങൾ മറ്റുള്ളവരാൽ അത് ഒടിക്കപ്പെടുന്ന അല്ലെങ്കിൽ മുറിക്കപ്പെടുന്ന സാഹചര്യങ്ങൾ കടന്നു വരുന്നുണ്ട്. പക്ഷേ ഒരിക്കലും അതിന് പരാതിയില്ല, പരിഭവമില്ല. അത് അടുത്ത വർഷവും പൂക്കുന്നു, കായ്ക്കുന്നു, മറ്റുള്ളവർക്ക് ഫലം കൊടുക്കുന്നു. ഇതുപോലെ നമ്മുടെ ജീവിതത്തിൽ കുറ്റപ്പെടുത്തൽ, നിന്ദനങ്ങൾ, വേദനകൾ, പരിഹാസങ്ങൾ എല്ലാം തഴയപ്പെടുന്ന സാഹചര്യം വരും. പക്ഷേ തമ്പുരാൻ പറയുകയാണ്, കലമ്മാൻ്റെ പാദങ്ങൾക്കെന്ന പോലെ നിൻ്റെ ദൈവമായ കർത്താവ് നിന്നെ വഴി നടത്തും. യേശു നിൻ്റെ കൂടെയുണ്ട്, ഏത് സാഹചര്യത്തെയും മറികടന്നുകൊണ്ട്. ഒരു വൃക്ഷത്തിൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ വേരാണ് മക്കളെ. പെരുമഴ വന്നാലും കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചാലും ഏതെല്ലാം പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായാലും അത് ഉയർന്നു നിൽക്കും, അതിനൊന്നും പറ്റുകയില്ല. കാരണം അതിൻ്റെ വേരുകൾ ആഴത്തിലേക്ക് പോന്നിരിക്കുന്നു. ഇതുപോലെയാണ് തമ്പുരാൻ പറയുകയാണ്, യേശു ക്രിസ്തുവിൽ ആശ്രയിക്കുന്ന, ദൈവത്തിൽ ആശ്രയിക്കുന്നവന് അതിൻ്റെ പ്രത്യേകിച്ച് അവിടുന്ന് മാത്രമാണ്. അത് ആഴത്തിലേക്ക് വേര് എന്നിരിക്കുന്നു. മഴക്കാലത്തോ അല്ല വേനൽക്കാലത്തോ തന്നെ ഭയമില്ല, വരൾച്ചയുടെ കാലത്ത് തന്നെ ഭയമില്ല. കാരണം അതിൻ്റെ വേര് വെള്ളത്തിലേക്ക് ഊന്നിരിക്കുകയാണ്. അവൻ ആറ്റത്തിരുന്നിട്ട മരം പോലെയാണെന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുന്നത്. കഷ്ടകാലത്ത് ഭയമില്ല. ഇതാണ് പ്രിയപ്പെട്ട മക്കളെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്ക് ആവശ്യം ദൈവത്തോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആഴമാർന്ന അനുതാപവും ഒരു മനപരിവർത്തനം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ഒരു കൊടുങ്കാറ്റോ ഒരു ജീവിത സാഹചര്യങ്ങളോ നമ്മളെ തകർക്കാൻ പറ്റുകയില്ല എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു നോമ്പ് കാലഘട്ടം അനുഗ്രഹത്തിൻ്റെ, അഭിഷേകത്തിൻ്റെ, കൃപയുടെ, സൗഖ്യത്തിൻ്റെ, വിടുതലിൻ്റെ കാലഘട്ടമായിട്ട് നമ്മൾ മാറ്റണമെങ്കിൽ ഈശോ നമ്മളോട് പറയുകയാണ്, പിഴുതെറിയുക, തകിടം മറിക്കുക, നശിപ്പിക്കുക, വിട്ടുകൊടുക്കുക. മക്കളെ, പണിതുയർത്തുന്ന നമ്മുടെ കൂടെയുണ്ട്.